എന്തോന്ന് കാണുന്നു? നമ്മുടെ ക്ലിപ്പ് എങ്ങനെ ഇറങ്ങിയാടി? ഞങ്ങൾ രാജി മാസ്റ്ററുടെ ആന്റി നിന്റെ വരുന്നുണ്ട് അങ്ങോട്ട്. ആരുമില്ല, വലിക്കാതെ. നമുക്കത്ര പ്രായമായോ ആന്റിയോവൻ? ആന്റിമാരത്ര നമ്മള്. ആ അവന്മാർക്കിട്ടൊരു പണി കൊടുക്കണം. അഹങ്കാര പെണ്ണുങ്ങൾക്ക് ഇന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഇട്ടാ പറ്റില്ലല്ലോ. നമ്മളത്ര തറകളൊന്നല്ലല്ലോ. എന്താ എന്റെ അവിടെ ഇത് കയറുന്നില്ലോ. ഇങ്ങോട്ട് കൊണ്ടുപോ. ഇത് എന്തത് കഴിഞ്ഞില്ലേ? ആ അതൊക്കെ മതി. ബട്ടൺസ് പൊട്ടുന്നില്ല. രമണി വാ. അതേ ചെരുപ്പ്. അത് എടുത്തോ എടുത്തോ എടുത്തോ. പന്ന ചെരുപ്പ് പോട്ടെ. ഹായ് ഹീല ചെരുപ്പ്. രമണി ഉടുപ്പ് കാണിക്ക. Come on. അയ്യോ ഇത് നല്ല പരിചയമുള്ള അല്ല പെണ്ണുങ്ങളാണല്ലോ. അയ്യോ ഇതെന്താ ചേർക്കാൻ കൊണ്ടുവന്ന് പശുവിനെ പോലെ? ഇത് റോസിയും കൂട്ടരുമില്ല. നിന്നോട് വന്നവരോ? ഓ അവരെന്താ ഈ ഡ്രസ്സില്? ഇപ്പൊ നോക്കിക്കോ. ഇവളമാരെന്തിനാ ചിരിക്കണേ? വീട്ടിലെന്നാ തോന്നണേ. ഇവളൊക്കെ എന്ത് കണ്ടിട്ടേ കിടന്ന് അട്ടഹസിക്കുന്നു? ഗേൾസ്, അതെ നിങ്ങൾ എന്താ ഈ വേഷത്തിൽ? നിങ്ങൾക്ക് യോഗ ഡ്രസ് കൊടുത്തയച്ചാണല്ലോ. ഗോ പോയി ചേഞ്ച് ഡ്രസ്. ഗോ. നമുക്ക് പോകാം. ഹറി അപ്പ്, വി ഹാവ് നോ ടൈം. പറഞ്ഞേക്കാം. വരൂ വരൂ. കം ഓൺ, കം കം, ഫോളോ മീ. ഇനിയിപ്പോ ഇതിന്റെയും കൂടി ഒരു കുറവുണ്ടായിരുന്നു. സാർ മാസ്റ്റർ ഞങ്ങള് വന്നു. ഇരിക്കാൻ ഇനി എല്ലാവരും കൈകൾ ചേർത്ത് വെച്ച് പുറകിലേക്ക് ഉറങ്ങാൻ കിടക്കുന്നത് പോലെ കിടക്കുക. വലിയ ഉപകാരം. ഇന്നലെ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ലടി. പോയിട്ടില്ല ഞാൻ. ഇവിടെ നോക്കണം. സാവധാനം. മൊത്തം കടപ്പായിരുന്ന കൊള്ളായിരുന്നു. ഉറക്കം വരുന്നടേ. പിന്നെ നിന്നെക്കുറിച്ച് നിന്റെ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. എനിക്കും. നീ ആ പഴയ ജാക്സൺ ആയാൽ മതി. അതാ എനിക്കിഷ്ടം. നീ എന്താ ഒന്നും മിണ്ടാത്ത? ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടം പഴയ ജാക്സനെ ആയിരിക്കും. കാണാൻ നല്ല രസമല്ലേ? ചാണകവും വാരി പോത്തിനെ പോലെ പണിയെടുത്ത് നടക്കുന്ന ജാക്സൺ. അത് മറ്റുള്ളവരുടെ ഇഷ്ടം. പക്ഷെ എനിക്കിഷ്ടമല്ല ജാക്സനെ. ഐ ഹേറ്റ് യു. നിങ്ങളൊക്കെ വിചാരിക്കണ പോലെ ആ ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. എനിക്കും വേറെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതെന്താ? അതിപ്പോ ഞാൻ പറയണില്ല, പിന്നെ പറയാം. അത് പറ്റില്ല, നീ ഇപ്പൊ പറയണം. ഇത് മറ്റാരോടും പറയരുത്. കാര്യം നടന്നിട്ടേ മറ്റുള്ളവർ അറിയാവൂ. ഏറ്റു ഉറപ്പ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം.
സിനിമയിലോ? കുറച്ചു ദിവസമായിട്ട് ഞാൻ സിനിമാ സംവിധായകരെ കാണാൻ പോയിരിക്കായിരുന്നു. അവരൊന്നും ശരിയല്ല, ഭയങ്കര ചാടകളാ. കുറച്ച് പാടാ, സമയമെടുക്കും. എടാ നിനക്ക് അഭിനയിക്കാൻ അറിയണ്ടേ? അഭിനയൊക്കെ എനിക്കറിയാം. എങ്ങനെ? ഞാൻ സ്കൂളിൽ നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടുള്ളല്ലേ. പിന്നെ വീട്ടിൽ ഞാൻ സ്ഥിരം അഭിനയിച്ചു നോക്കാറുണ്ട്. നന്നാവുണ്ട്. അല്ലെ പ്രസാദായിട്ട് ഒരു സംഭാഷണം പറ, ഞാൻ അഭിനയിച്ച് കാണിക്കാം. ഏയ് വേണ്ട 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 വേണ്ട, എനിക്കറിയാം നീ നന്നായി അഭിനയിക്കുന്നു. പിന്നെ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് അഭിനയം പഠിച്ചാലല്ലേ നമുക്കൊരു അവസരം വരുമ്പോ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലേശം കൂടി പഠിക്കാണ്ട്. ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. ഞാനൊരു ഐഡിയ പറയാം. എന്റെ പരിചയത്തിൽ ഒരു നാടക നടൻ, ഞാൻ അയാളെ നിനക്ക് പരിചയപ്പെടുത്തി. അയാളുടെ കൂടെ നിനക്ക് അഭിനയം പഠിക്കുകയും ചെയ്യാം, ബാക്കി സമയം നിനക്ക് വീട്ടിലെ ജോലിയും ചെയ്യാം. ഏയ് അത് നടക്കില്ല, അത് വേണ്ട. രണ്ടും കൂടി ഒന്നും നടക്കില്ല ഇനി. ആ പിന്നെ ചേട്ടാ, സിനിമ കയറാൻ നാടകത്തിനേക്കാൾ നല്ലത് മിമിക്രിയാ. ഞാനിപ്പോ മിമിക്രി പഠിച്ചോണ്ടിരിക്കുക. മിമിക്രിയോ? സിനിമയില് സൂപ്പറായി നിൽക്കുന്ന ജയറാം, കലാഭവൻ മണി, ദിലീപ് ഒക്കെ മിമിക്രിന്ന് വന്നല്ലേ. എന്തിനു നമ്മുടെ മമ്മൂട്ടിക്ക് വരെ മിമിക്രി അറിയാലോ. പിന്നെ ആണോ? ശരിക്കും കണ്ണ പ്രധാനം. അഭിനയം കണ്ണീന്ന് വരണം. ഇതെങ്ങനെ? നെടുമുടി വേണുവാണെന്ന് തോന്നണം. വയ്യ, മടുത്തു. പിന്നെ കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാണിക്കണമെന്നില്ല, ഞങ്ങൾക്കും അടുത്ത്. അതെ, ആ മതി മതി. അടുത്തതാരി മോഹൻലാലിനെ. മോഹൻലാൽ എല്ലാരും മോഹൻലാൽ. അതെ, വ്യത്യസ്തമായിട്ടുള്ള വല്ലതും അറിയോ? ഈ പൊളിറ്റീഷ്യന്മാരറിയോ? അയാളിനറിയില്ല. എടോ രാഷ്ട്രീയക്കാരുടെ വല്ലതും അറിയോന്ന്? രാഷ്ട്രീയം താല്പര്യമില്ല സാറേ. ആ എന്നാ ഞങ്ങൾക്കും താല്പര്യമില്ല. ഇയാള് പോയേ, ചുമ്മാ സമയം കളയാൻ വേണ്ടി. മോഹൻലാലിനെ വ്യത്യസ്തമായിട്ട് കാണിക്കട്ടെ. മോഹൻലാലിന്റെ വ്യത്യസ്തം അതെന്താ? ഈ മോഹൻലാലിന്റെ കിരീടം എന്നുള്ള പടത്തില് കത്തിയോണ്ട് കുത്തിയിട്ട് അത് കാണിക്കാം. അതൊന്ന് കാണിച്ചേ, കാണട്ടെ. ആ കാണിരി. അടുക്കരുത്. അടുക്കരുത്. വേഗം സ്റ്റാൻഡ് വിട്ടോ. സാറേ, ഈ മമ്മൂട്ടിയുടെ ഒരു ഫൈറ്റ് ഉണ്ട്. മമ്മൂട്ടിയുടെ ഫൈറ്റ് താൻ ഇവിടെ നടത്തിയ വേറൊരു ഫൈറ്റ് ഇവിടെ നടക്കും. ഞാനും താനുമായിട്ടും അതിൽ താൻ തോക്കും. അതുകൊണ്ട് വേഗം സ്ഥലം വിട്ടെ. എടോ, തനിക്ക് ഈ ട്രൂപ്പിൽ ചാൻസ് ഇല്ല. തനിക്ക് മിമിക്രി അറിയില്ല. ഒന്നും കൂടി പഠിച്ചിട്ട് താൻ വേറെ ഏതെങ്കിലും ട്രൂപ്പിൽ പോയി ചേരും. സാറേ, സുഹൃത്തെ, മിമിക്രി ഒരു കലയാണ്. ഏത് രംഗത്തെ പോലെ ഇവിടെയും ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. പ്രതിഭകൾക്ക് മാത്രമേ എവിടെയും അവസരമുള്ളൂ. അതുകൊണ്ട് ഞാനൊരു സത്യം പറയാം, താങ്കൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, താങ്കൾ മറ്റെന്തോ ആണ്. അതെന്താ? അതെനിക്കും അറിയില്ല. അതുകൊണ്ട് താങ്കൾ പോയി അതായിട്ട് തിരിച്ചു വരൂ. സാറേ, ഞാൻ താങ്കൾ പോയിട്ട് എത്രയും പെട്ടെന്ന് അതായിട്ട് തിരിച്ചു വരൂ. ഒന്നുകൂടി അതായിട്ട് തിരിച്ചു വാ. കാര്യം ശരിയാ, നാടക നടനൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഹോളോ ബ്രിക്സിൻ്റെ പണിയാ. കൊള്ളാം, നല്ല ബിസിനസ്സാ. ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ ഒരു നടനാകാൻ പറ്റും. കഴിവുണ്ട്. ഈ സിനിമയിൽ സീരിയലൊന്നും കയറാതെ എന്താണ് നാടകത്തിലേക്ക് വരാമെന്ന് വെച്ച്? തൽക്കാലം വേറൊന്നും വർണ്ണിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. നാടകമാണ് എനിക്കിഷ്ടം ചെറുപ്പം മുതലേ. പിന്നെ അഭിനയം ഒന്ന് പഠിക്കാനും. ഓ, അഭിനയക്കളരി. ഞാനിപ്പോൾ മുമ്പത്തെ പോലെ നാടകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ പ്രസാദിനെ എനിക്കറിയാം. അവൻ്റെ ആളാവുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. ആ, താനൊരു പണി ചെയ്യും. താമരക്കുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ പുതിയൊരു നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞേക്കാം, താൻ അവിടെ പോയി ആ റിഹേഴ്സലൊക്കെ ഒന്ന് കണ്ടുപഠിക്കേ. പിന്നെ ഓടിച്ചെന്ന് അഭിനയിക്കാനൊന്നും നോക്കരുത്. ആദ്യം സംവിധായകൻ്റെ മുമ്പിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിന് ബുദ്ധിയും വിവേകവും ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി, അതെനിക്കുണ്ട്. തിരക്ക് പിടിക്കുകയേ ചെയ്യരുത്. നിനക്കായി ഒരു സമയം വരുമ്പോൾ നിന്റെ കഴിവ് ഉപയോഗിക്കണം. എന്തേ?